വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ ഡേ ഇൻ മൈ ലൈഫ്. ചില ദിവസങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പോലെ ആവണമെന്നില്ല. പക്ഷേ അൺപ്ലാൻഡ് ആയിട്ട് നമ്മുടെ ലൈഫിലോട്ട് വരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മുടെ ലൈഫിൽ വളരെ വലിയ ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റും. അതായത് ഇന്നത്തെ എൻ്റെ മൂഡിനെ മൊത്തം ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു എലമെൻറ്റ് ഇന്ന് എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. ലൈഫ് കുറച്ചുകൂടി നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ എനിക്ക് ഒരു മാസം സമയം വേണ്ടി വന്നു എന്നാലോചിക്കുമ്പം സത്യത്തിലൊരു ഞെട്ടലാണ്. ബിക്കോസ് എൻ്റെ സർവൈവിങ് ടൈം കുറച്ചധികം കൂടുന്നുണ്ടോ എന്നൊരു സംശയം. എനിവേ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഞാനിപ്പോൾ മെയിൻ സ്റ്റഡി ബൈ ഡിസംബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് ഡെയിലി ടാർഗറ്റ്സ് തരും. നമ്മളാകെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ടാർഗറ്റ്സ് കംപ്ലീറ്റ് ചെയ്യലാണ്. ആൻഡ് ഇതൊരു ബിഗിനറിന് ഒരിക്കലും പോസിബിൾ അല്ല. ഒരു വട്ടം സിലബസ് കവർ ചെയ്ത ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബട്ട് ഇത് ഡെയിലി ഷോ അപ്പ് ചെയ്യുക ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ആൻഡ് ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ബിക്കോസ് ഒരു വലിയ ബ്രേക്ക് ആയിരുന്നല്ലോ വന്നത്. ഞാൻ ഇമോഷണലി സെറ്റിൽ ഡൗൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം എൻ്റെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും റൊമാൻറ്റിസൈസ് ചെയ്യാനും അതിൽ സന്തോഷം കണ്ടെത്താനും പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഇമോഷൻസിനെയൊക്കെ വളരെ റോ ആയിട്ട് ഇവിടെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ലൈഫ് എപ്പോഴും ഒരുപോലെ അല്ലാന്നും ലൈഫിൽ നമുക്ക് ഒരുപാട് ഉയർച്ചകളും അതുപോലെ തന്നെ താഴ്ചകളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ലൈഫിൽ എൻ്റെ പോസിറ്റീവ് സൈഡ്സ് മാത്രം എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ റോ ആയിട്ടുള്ള ഇമോഷൻസും ഞാനിവിടെ വളരെ കൃത്യമായിട്ട് പറയാറുമുണ്ട്. അതിന് ഞാൻ എങ്ങനെ സർവൈവ് ചെയ്തു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാറുമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രൊഡക്റ്റീവ് ഡേയ്സ് മാത്രമല്ല ഞാനിവിടെ ഷോ അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏറ്റവും വീക്കായിട്ടുള്ള ഫേസിൽ നിന്ന് നമ്മൾ റിക്കവർ ആവുന്ന ആ സ്റ്റേജും ആ റിക്കവർ ചെയ്യാൻ ഞാൻ എടുക്കുന്ന സമയവും റിക്കവർ ചെയ്യാൻ ഞാൻ എടുക്കുന്ന മെത്തേഡ്സും ഒക്കെ ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ ഇന്നത്തെ മൂഡ് തന്നെ ഷിഫ്റ്റ് ചെയ്ത ആ ഒരു കുഞ്ഞ് എലമെൻസിനെ കുറിച്ച് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ് ഓർക്കുന്നില്ലേ? അതായിരുന്നു ഈ ഒരു ബസ് യാത്ര. അപ്രതീക്ഷിതമായിട്ട് നല്ലൊരു മഴ കിട്ടി. ബസ്സിൻ്റെ സൈഡ് സീറ്റും ഇഷ്ടപ്പെട്ട പാട്ടും. സത്യം പറഞ്ഞാൽ ആ ഒരു മൊമെൻറ്റിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി കേട്ടോ. ലൈഫ് ഇത്ര സിമ്പിളാണെന്നും ലൈഫിലെ ചെറിയ എലമെൻറ്റ്സ് പോലും വളരെയധികം റൊമാൻറ്റിസൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു യാത്രയിലൂടെയാണ്. അത് അൺപ്ലാൻഡ് ആയിരുന്നു, പക്ഷേ അതെനിക്ക് തന്ന എനർജി വലുതായിരുന്നു കേട്ടോ. സോ അതെനിക്കിവിടെ പറയണമെന്ന് തോന്നി. വീട്ടിലെത്തി ഫ്രഷ് ആയതിനു ശേഷം ഞാൻ വീണ്ടും പഠനത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. ഈ ഒരു ഫേസ് ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ പഠിക്കാനുള്ള സിലബസ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് കവർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുമ്പം നമുക്ക് ഒരുപാട് വാല്യൂ എഡീഷൻ ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരുപാട് മൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു സിലബസാണ് ഇതിൻ്റെയെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ഐ എം ബിലോങ്സ് ടു ഹിയർ. സോ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ്. സോ റാൻഡംലി ഞാൻ കളഞ്ഞ ആ 1 മന്ത് ആലോചിച്ചിട്ട് എനിക്ക് സത്യത്തിൽ റിഗ്രറ്റ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടി നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സമയത്തെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ റിഗ്രറ്റ് അടിക്കേണ്ട കാര്യമില്ല. മനസ്സിന് സന്തോഷം തരുന്ന കാര്യം അത് എത്ര ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം. ബിക്കോസ് നമ്മൾ ഏറ്റവും കൂടുതൽ അലൈവായിട്ട് തോന്നുക നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴുമാണ്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം എൻ്റെ വാചകടി കേട്ടിരുന്നവർക്ക് ഒരുപാട് നന്ദി.